ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗരിയമ്മ മഞ്ജുവിനോട് പറയുകയാണ്, നീ അയ്യപ്പനോട് സംസാരിക്കണം. അവൻ്റെ അമ്മയ്ക്കും അച്ഛനും നല്ല വിഷമമുണ്ട്. അവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാനാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കഴിഞ്ഞാൽ തന്നെ പിന്നെ അവൻ്റെ സ്വഭാവത്തിൽ ഒരു ഉത്തരവാദിത്വമൊക്കെ വന്നുകൊള്ളും. അതുകൊണ്ട് നീ തന്നെ ഒന്ന് സംസാരിക്കണം മഞ്ജു എന്ന് ഗൗരിയമ്മ പറയാട്ടോ. അപ്പോൾ ഗൗരിയമ്മയോട് മഞ്ജു പറയുന്നുണ്ട്, അതെങ്ങനെ ഞാൻ സംസാരിക്കും? അച്ഛനും അമ്മയും പറഞ്ഞിട്ട് കേൾക്കാത്തത് ഞാൻ പറഞ്ഞിട്ട് എങ്ങനെ കേൾക്കും എന്ന് പറയാട്ടോ. നീ ഒരു പോലീസുകാരിയല്ലേ, നീ പറഞ്ഞാൽ എന്തായാലും അയ്യപ്പൻ അത് അനുസരിക്കും. അതുകൊണ്ട് മോളൊന്ന് സംസാരിച്ച് നോക്ക്. കാരണം ഇപ്പോൾ ഗിരിയുടെ സ്വഭാവം തന്നെ കണ്ടില്ലേ, എന്തൊരു വ്യത്യാസമാണ് ഗിരിക്ക് വന്നത്. ഗിരി നിന്നെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ കള്ളും കുടിച്ച് നടന്നിരുന്നതാണ്. ഇപ്പോൾ അവൻ അങ്ങനത്തെ ഒരു ദുശീലവുമില്ല, നല്ല സ്വഭാവവും ഉത്തരവാദിത്വ ബോധവും എല്ലാം ആയില്ലേ. അതുപോലെ നീ ഒന്ന് സംസാരിക്കേ എന്ന് പറയുകയാണ് കേട്ടോ. കല്യാണം കഴിയുന്നതോടുകൂടി അയ്യപ്പൻ്റെ സ്വഭാവത്തിലും വ്യത്യാസം വന്നോളും, നീ സംസാരിക്കേ എന്ന് പറയുകയാണ്. അങ്ങനെ മഞ്ജു ഇക്കാര്യം അയ്യപ്പനോട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അയ്യപ്പൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മഞ്ജു ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അയ്യപ്പൻ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് വന്നിട്ടുണ്ടാവുക. അയ്യപ്പൻ പറയും, ഏതായാലും ഗിരിയേട്ടൻ വരുന്നതല്ലേ, ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഏതായാലും പോവണമെന്ന് കരുതിയതാണ് എന്ന് പറയുമ്പോൾ, അതെല്ലാം ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആൾ തന്നെയാണ്. ഓരോരുത്തർ അവരുടെ ആവശ്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അയ്യപ്പൻ പോവാൻ നിൽക്കുന്ന സമയത്ത് മഞ്ജു പറയുകയാണ്, അല്ല ഏതായാലും ഇതൊക്കെ കൊണ്ടുവന്നതല്ലേ, ഞാൻ ഇത് വെച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അയ്യപ്പൻ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയട്ടോ. അയ്യോ എനിക്കൊന്നും വേണ്ട, എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ഉണ്ടാക്കി തരാമെന്ന് മഞ്ജു പറയാണ്. അപ്പോൾ അയ്യപ്പൻ പറയുകയാണ്, എങ്കിൽ എനിക്ക് അരവണ പായസം മതി എന്ന് പറയാം. അങ്ങനെ മഞ്ജു അരവണ പായസം ഉണ്ടാക്കിയിട്ട് അയ്യപ്പന് കൊടുക്കുകയാണ്. അങ്ങനെ അയ്യപ്പൻ അത് സ്വാദോടുകൂടി കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് പറഞ്ഞതോടുകൂടി മഞ്ജു പറയുകയാണ്, അയ്യപ്പ നിനക്കൊന്ന് വിവാഹം കഴിച്ചുകൂടെ എന്നങ്ങ് ചോദിക്കേണ്ട. അത് കേട്ടതോടുകൂടി അയ്യപ്പൻ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് അയ്യപ്പൻ എന്തിനാ ഞെട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു നിത്യ ബ്രഹ്മചാരിയാണ് എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാനും ഗിരിയേട്ടനും കല്യാണം കഴിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ദൈവമായിട്ടാണ് ഞങ്ങളെ യോജിപ്പിച്ചത് എന്ന് പറയട്ടെ. അപ്പോൾ അയ്യപ്പൻ പറയുന്നുണ്ട്, അത് ശരിയാണ് മഞ്ജു പറഞ്ഞത്, നിങ്ങളെ ദൈവമായിട്ട് തന്നെയാണ് യോജിപ്പിച്ചത്, നിങ്ങളെ ഒരിക്കലും പിരിക്കാൻ കഴിയുകയില്ല എന്ന് പറയണേ. അപ്പോൾ മഞ്ജു പറയണേ, എനിക്ക് കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യത്തിലും ഒന്ന് നല്ലതുപോലെ തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയാറില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഒരു കഴിവുണ്ട് എന്ന് പറയും. ഇതെല്ലാം കല്യാണം കഴിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് അയ്യപ്പനും കല്യാണം കഴിക്കണം, നിൻ്റെ അമ്മയും അച്ഛനും അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് മഞ്ജുവിൻ്റെയും ഗിരിയേട്ടൻ്റെയും കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? ഞാനൊരു നിത്യ ബ്രഹ്മചാരിയാണ്, ഞാനിങ്ങനെ ആളുകളെ സഹായിച്ച് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയിക്കോളാം, ഞാനിത് പ്രതീക്ഷിച്ചതാണ് ഈ ഒരു ചോദ്യം എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അയ്യപ്പൻ അവിടെ നിന്നും ചെറുതായി പിണങ്ങിയതുപോലെ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പൻ പോയി കഴിഞ്ഞ ശേഷം മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട്, ഞാൻ ചോദിച്ചത് അയ്യപ്പന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അയ്യപ്പനോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മഞ്ജു മനസ്സിൽ സ്വയം പറയുകയാണ്. പിന്നീട് രാത്രിയാകുന്ന സമയത്ത് മഞ്ജു തനിച്ചാണ് കേട്ടോ വീട്ടിലുള്ളത്. ആ സമയത്ത് ഗൗരിയമ്മയോ മഹിമയോ ഒന്നും തന്നെ ഇല്ല. ഈ സമയത്ത് സഞ്ജയുടെ അടുത്തേക്ക് ഭീമൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ സഞ്ജയും ശാലിനിയും ചാച്ചുവും കൂടി സംസാരിക്കുകയാണ്. ഇന്ന് ഒരിക്കലും മിസ്സാവരുത്, മഞ്ജുവിനെ ഇന്ന് തന്നെ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള കാര്യം സഞ്ജയ് ഭീമനോട് പറയുകയാണ്. നിനക്ക് സഹായത്തിന് 2-3 പേരെ കൂടി നീ കൂട്ടിക്കോ, അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭീമൻ പറയുകയാണ്, ഇന്ന് ഉറപ്പായും മഞ്ജുവിനെ ഞാൻ തീർത്തിരിക്കും, ഇനി മിസ്സാവുകയില്ല, ഞാൻ അത്രയ്ക്ക് സൂക്ഷിച്ചു തന്നെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് സഞ്ജയുടെ അടുത്ത് നിന്ന് ഭീമൻ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് സഞ്ജയ് പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങളൊക്കെ നടന്ന ശേഷം എന്നെ വിളിച്ചൊന്ന് അറിയിച്ചേക്ക് എന്ന് പറഞ്ഞ് സഞ്ജയുടെ അടുത്ത് നിന്നും ഭീമൻ പോവുകയാണ്. അങ്ങനെ ഭീമൻ നേരെ ചെല്ലുന്നത് ഗൗരിയമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഈ സമയത്ത് മഞ്ജു ആണെങ്കിലോ TV കണ്ടുകൊണ്ടിരിക്കുകയാവും. അപ്പോഴാണ് ഇങ്ങനെ ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അപ്പോൾ മഞ്ജു ആരാണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ നേരെ കതക് തുറക്കുകയാണ് കേട്ടോ. മഹിമയോ ഗൗരിയമ്മയോ ആയിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് മഞ്ജു കതക് തുറക്കുന്നത്. അങ്ങനെ മഞ്ജു കതക് തുറന്നതോട് കൂടിയിട്ട് ഭീമൻ മഞ്ജുവിൻ്റെ മുഖത്തേക്ക് മുളക് പൊടി വിതറുകയാണ് കേട്ടോ. അതോടുകൂടി മഞ്ജുവിന് പിന്നെ കണ്ണ് തുറക്കാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ ഭീമന്റെ കൂടെ സഹായികളായിട്ട് 2 പേര് കൂടി ഉണ്ടാവും. അവർ 2 പേരും പുറത്ത് തന്നെ നിൽക്കുകയാവും. ഭീമനാണ് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഭീമന്റെ കയ്യിൽ ഒരു വലിയ ഒരു ഇരുമ്പിൻ്റെ വടിയും ഉണ്ടാവും കേട്ടോ. മഞ്ജുവിൻ്റെ തലക്കടിച്ച് കൊല്ലാം എന്നുള്ള പ്ലാനാണ് ഭീമന്റെ മനസ്സിലുണ്ടാവുക. അങ്ങനെ മഞ്ജു മുളക് പൊടി കണ്ണിലേക്ക് വീണതോട് കൂടിയിട്ട് നിലത്തേക്ക് അങ്ങ് വീഴുകയാണ്. ആ വീഴ്ചയിൽ മഞ്ജുവിൻ്റെ തലയുടെ ബാക്ക് അവിടെ ഒരു സൈഡിൽ പോയിട്ട് അങ്ങ് ഇടിക്കുന്നുണ്ട്. ആ ഇടിയുടെ ആഘാതത്തിൽ
മഞ്ജുവിൻ്റെ ബോധം നഷ്ടപ്പെടുകയാണ് കേട്ടോ. മഞ്ജു പെട്ടെന്ന് അങ്ങ് ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ ഭീമൻ പറയുകയാണ്, നീ എൻ്റെ കയ്യിൽ നിന്ന് പല തവണയായി വഴുതി പോകുന്നു, ഇന്നത്തോടുകൂടി നിന്റെ കഥ ഞാൻ ഇല്ലാതാക്കും എന്ന് ഭീമൻ സ്വയം പറയുകയാണ്. എന്നിട്ട് ഭീമൻ ഇരുമ്പ് വടി എടുത്ത് മഞ്ജുവിൻ്റെ തലക്കടിക്കാൻ വേണ്ടി ഓങ്ങിയതോടുകൂടി ആ വടി അങ്ങ് അയ്യപ്പൻ തടയുകയാണ് കേട്ടോ. അങ്ങനെ അയ്യപ്പൻ ആ ഇരുമ്പ് വടി പിടിച്ചതോടുകൂടി ഭീമൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, ഇയാൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അയ്യപ്പനെ ഭീമൻ നോക്കുന്നത്. അങ്ങനെ ഭീമന് അയ്യപ്പനെ ചെറുതായിട്ടൊരു പേടിയുണ്ട്. കാരണം അന്നത്തെ ആ ഒരു ഇടിയിൽ തന്നെ അയ്യപ്പന് എന്തൊക്കെയോ മർമ്മവിദ്യകളൊക്കെ അറിയാം. അതുകൊണ്ട് അയ്യപ്പൻ എന്നെ ഇട്ട് പൂട്ടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ ഇയാളിപ്പോൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ഭീമൻ നോക്കുന്നത്. അങ്ങനെ ഭീമൻ ആ ഒരു ഇരുമ്പ് വടി പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷേ ഭീമന് അയ്യപ്പൻ്റെ കയ്യിൽ ഇരുമ്പ് വടി എത്ര വലിച്ചിട്ടും അയ്യപ്പൻ്റെ കയ്യിൽ നിന്നും ഭീമൻ അത് കിട്ടുന്നില്ല. എന്നിട്ട് ഭീമനിട്ട് ഒരു ചവിട്ട് അങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. അതോടുകൂടി ഭീമൻ അങ്ങ് തെറിച്ച് വീഴുകയാണ് മുറ്റത്തേക്ക്. ഈ സമയത്തൊക്കെ മഞ്ജുവിനാണെങ്കിൽ ബോധമില്ലാതെ മഞ്ജു അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഭീമൻ പുറത്തേക്ക് ചാടിയതോടുകൂടി ഭീമൻ്റെ 2 സഹായികൾ കൂടി അയ്യപ്പനെ അടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോഴത്തേക്കും അവരെയൊക്കെ അയ്യപ്പൻ നിലംപരിശമാക്കുകയാണ്. ഈ ഒരു മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഭീമൻ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പനാണെങ്കിൽ മറ്റ് 2 ഗുണ്ടകളെ അടിക്കുന്ന ആ ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ഭീമൻ നേരെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മഞ്ജുവിനെ കയ്യിലുള്ള കത്തി വെച്ച് ഭീമൻ മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സമയത്ത് വീണ്ടും അവിടെ അയ്യപ്പൻ പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ. അതോടുകൂടി ഭീമൻ ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇയാൾ അവിടെ എൻ്റെ സഹായികളെ ഇടിച്ചു പരത്തുന്നത്, പിന്നെ എങ്ങനെ ഇവിടെയും ഇയാൾ എത്തിയത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഭീമൻ നോക്കുന്നത്. അങ്ങനെ ഭീമൻ ആകെ പേടിച്ചു പോവുകയാണ്. അങ്ങനെ അയ്യപ്പൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ഭീമന് നന്നായിട്ട് തന്നെ ഇടി കിട്ടുന്നുണ്ട് കേട്ടോ. അതോടുകൂടി ഭീമൻ ആകെ പേടിച്ചു പോവുകയാണ്. അങ്ങനെ ഭീമനും ആ ഗുണ്ടകളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. മഞ്ജുവിനെ ഒന്നും ചെയ്യാൻ ഭീമന് കഴിയുന്നില്ല. ഈ സമയത്ത് സ്വപ്നയാണെങ്കിലോ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ, സന്തോഷത്തോട് കൂടിയിട്ടാണ് നടക്കുന്നത്. ഇന്ന് തന്നെ മഞ്ജുവിൻ്റെ കഥ ഇല്ലാതാവും എന്നുള്ള സന്തോഷമാണ് സ്വപ്നയുടെ മനസ്സിൽ. സഞ്ജയ് പറഞ്ഞതുപോലെ ഇന്ന് സഞ്ജയുടെ ഗുണ്ടകൾ ഉറപ്പായും മഞ്ജുവിനെ ഇല്ലാതാക്കും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ സന്തോഷിച്ച് സ്വപ്ന മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഭാനുമ്മയോട് സ്വപ്ന ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഭാനുമ്മയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഒരാളും ഇല്ലാതാക്കിയിട്ടുള്ള ശത്രുത നമുക്ക് തീർക്കണ്ട, പിന്നെ സഞ്ജയ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തതിൽ നീ ഒന്നും പങ്കാളിയല്ലല്ലോ എന്ന് സ്വപ്നയോട് ഭാനുമ്മ ചോദിക്കുന്നുട്ടോ. ഇനി നീ എങ്ങാനും അവന് ഫോൺ വിളിക്കുകയോ അവനുമായിട്ട് ഒരു സംസാരമോ വേണ്ട. കാരണം എങ്ങാനും ഈ ഒരു പ്ലാൻ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മഞ്ജു ഒരു പോലീസുകാരിയാണ്, പിന്നെ പോലീസുകാരൊന്നും വെറുതെ വിടുകയില്ല. അതുകൊണ്ട് ഇതിലൊന്നും നീ തലയിടാൻ പോവണ്ട എന്ന് ഭാനുമ്മ സ്വപ്നയെ ഉപദേശിച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ സ്വപ്നയാണെങ്കിലും അതൊന്നും കേൾക്കുക പോലും ചെയ്യുന്നില്ല. വീണ്ടും സഞ്ജയെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്.